കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അസം, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ വിവിധ ഇടങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോളുകൾ വ്യാപകമായി പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ കാര്യം നമുക്കറിയാം. UDF ചെറിയ മേൽക്കൈ, LDF പരാജയം, NDAക്ക് നേട്ടം എന്ന രീതിയിലാണ് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും കണ്ടെത്തിയിട്ടുള്ളത്. പശ്ചിമ ബംഗാളിൽ ഇതുവരെയുള്ള ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് BJP അധികാരത്തിലെത്തുമെന്നും അതേസമയം അസമിൽ BJPയും തമിഴ്നാട്ടിൽ DMKയും ഭരണം നിലനിർത്തുമെന്നും പ്രവചനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. വലിയ തോതിലാണ് ദേശീയ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുമൊക്കെ ഈ എക്സിറ്റ് പോളുകൾ ഇന്ന് ആഘോഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിജയമൊക്കെ ഈ രീതിയിലൊക്കെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രവചിക്കപ്പെടുമ്പോൾ എന്താണ് പ്രേക്ഷകന് അല്ലെങ്കിൽ വായനക്കാരന് ലഭിക്കുന്നത് എന്നത് വളരെ കൗതുകകരമായ ഒരു ചിന്തയാണ്. വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്നു. പൗരന്മാർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെയധികം ആകുലതയോടെ പ്രതീക്ഷകളോടെ കാണുന്നു അല്ലെങ്കിൽ ഫലത്തിനായി കാത്തിരിക്കുന്നു. ഈ സമയത്ത് എന്തെങ്കിലും ഒരു പുതിയ വിവരം തിരഞ്ഞെടുപ്പിന് മുൻപേ നടത്തുന്ന പ്രീ പോൾ സർവേയിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ഒരു പുതിയ വിവരം വോട്ടർമാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് എക്സിറ്റ് പോളുകളിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാനും കേൾക്കാനും ഒരു സുഖം എന്നതിലുപരി ചില അനുമാനങ്ങളിലെത്താൻ, തങ്ങളുടെ അനുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി കൂടി എങ്ങനെ പറയുന്നു എന്നറിയാം എന്നൊക്കെ ഉള്ളതല്ലാതെ, അല്ലെങ്കിൽ ഒരു പരിധിവരെ പ്രേക്ഷകന്റെ അല്ലെങ്കിൽ സാധാരണക്കാരന്റെ വായനക്കാരന്റെ ഒക്കെ ആകാംക്ഷയെ മാധ്യമ സ്ഥാപനങ്ങൾ മുതലെടുക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളെ സംബന്ധിച്ച് പറയാം. കാരണം പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്താൻ എക്സിറ്റ് പോളുകൾ കൊണ്ട് സാധിക്കുന്നില്ല. സാഹചര്യം വിലയിരുത്തി വോട്ടർമാരുടെ മനസ്സറിഞ്ഞ്, നാടിൻ്റെ മനസ്സറിഞ്ഞുമൊക്കെ വലിയ തോതിലുള്ള ഗവേഷണവും നിരീക്ഷണവും പഠനവും ഒക്കെ നടത്തി പ്രവചനങ്ങളുമായി ഇത്തരം ഏജൻസികൾ മുന്നോട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ എന്തിനാണ് ഇത്തരം പ്രവചനങ്ങൾ, എക്സിറ്റ് പോളുകൾ നടത്തുന്നത്? നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ എക്സിറ്റ് പോൾ നടത്തുന്നവർക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഒന്നാമത്തെ കാര്യം വരുമാനമാണ്. മാധ്യമ സ്ഥാപനങ്ങൾ വൈദഗ്ധ്യമുള്ള ഏജൻസികൾക്ക് ഫീൽഡ് സർവേകൾ നടത്താൻ പണം കൊടുക്കുകയും അങ്ങനെയാണ് സർവേകൾ നടത്തപ്പെടുകയും ചെയ്യുന്നത്. ഒരു തിരഞ്ഞെടുപ്പ്, ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഒരു സംസ്ഥാനത്ത് നടക്കുന്ന സാഹചര്യമൊക്കെ വിലയിരുത്തുന്നതിന് 50 ലക്ഷം മുതൽ 5 കോടി വരെ രൂപയ്ക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ കരാറിലെത്തുന്നത്. ഇനി ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളുടെ വിശദാംശങ്ങൾ ലഭിച്ചതുകൊണ്ട് TV ചാനലുകൾക്ക് എന്താണ് ഗുണം? എക്സ്ക്ലൂസീവായി തങ്ങൾക്ക് മാത്രം ഒരു സർവേയുടെ വിശദാംശങ്ങൾ കൈമാറുന്നവർക്ക് അവരുടെ ഡാറ്റയ്ക്ക്, സർവേ ഫലത്തിന് മേൽ പറഞ്ഞ ഏജൻസികൾക്ക്, ആരാണോ സർവേ നടത്തുന്നത് ആ ഏജൻസികൾക്ക് ടെലിവിഷൻ ചാനലുകൾ പണം നൽകും. എക്സ്ക്ലൂസീവായ എക്സിറ്റ് പോളിന് ഒരു ചാനലിന് 20 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ഇന്നത്തെ സാഹചര്യത്തിൽ ചെലവ് പ്രതീക്ഷിക്കാം. ഇനി ചാനലുകൾ അങ്ങനെ വില കൊടുത്ത് ഈ വിവരങ്ങൾ വാങ്ങിയാലോ? എന്താണ് അവയ്ക്കതുകൊണ്ടുള്ള നേട്ടം? പരസ്യ വരുമാനം കൂടും എന്നതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എക്സിറ്റ് പോൾ ദിവസങ്ങളിൽ പ്രേക്ഷകർ വലിയ തോതിൽ ടെലിവിഷൻ ചാനലുകൾക്ക് മുന്നിലിരിക്കും. ആജ് തക്ക് അല്ലെങ്കിൽ ടൈംസ് നൗ അല്ലെങ്കിൽ NDTV തുടങ്ങിയ ദേശീയ ചാനലുകൾക്ക് ഇത്തരം ദിവസങ്ങളിൽ 3 മുതൽ 5 വരെ ഇരട്ടി കാഴ്ചക്കാരെയാണ് കൂടുതലായി കിട്ടുന്നത്. ഇത് വർദ്ധിക്കുമ്പോൾ, അതായത് പ്രേക്ഷകരുടെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും പരസ്യ നിരക്ക് ചാനലുകൾ കൂട്ടും. 10 സെക്കൻഡ് പരസ്യ സ്ലോട്ടിന് സാധാരണ ദിവസങ്ങളിൽ 80,000 രൂപയാണ് ഈടാക്കുന്നത് എങ്കിൽ ഇത്തരം അവസരങ്ങളിൽ അത് 4 മുതൽ 5 വരെ ലക്ഷം രൂപയായി ഉയരാം. ഇത്തരത്തിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് ടെലിവിഷൻ ചാനലുകൾക്ക് എക്സിറ്റ് പോളുകൾ പ്രധാനമായും. ഇനി ഒരു ഏജൻസിയുടെ വിശ്വാസ്യതയാണ്. ഒരു ഏജൻസി നടത്തുന്ന എക്സിറ്റ് പോൾ കൃത്യമാണെങ്കിൽ ഏറ്റവും വിശ്വസനീയമായ ഏജൻസിയായി അത് മാറും. ഉദാഹരണം പറഞ്ഞാൽ ആക്സിസ് മൈ ഇന്ത്യ 2019-2024 തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ, ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ കൃത്യമായി നടത്തിയതോടെ എല്ലാവർക്കും അറിയുന്ന പേരായി ആ ബ്രാൻഡ് മാറി. ചാനലുകൾ മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് ഇത്തരം ഏജൻസികളെ മാർക്കറ്റ് ചെയ്യും.
അതുവഴി ഇത്തരം ഏജൻസികൾക്കുണ്ടാകുന്ന നേട്ടം അവയ്ക്ക് ഭാവിയിൽ കൂടുതൽ കരാറുകൾ കിട്ടും എന്നതാണ്. എന്നാൽ ഇനിയുള്ളത് ഒരു മറുവശമാണ്. പ്രവചനം തെറ്റിയാൽ ഇത്തരം ഏജൻസികൾക്ക് അത് വലിയ ഒരു തിരിച്ചടിയും അതുപോലെ തന്നെ അവരുടെ മുന്നോട്ടുള്ള പോക്ക് തന്നെ നിലയ്ക്കുന്ന സാഹചര്യവും ഉണ്ടാകും. ഉദാഹരണത്തിന് 2015 ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം തെറ്റിയതോടെ ടുഡേസ് ചാണക്യക്ക് വലിയ വിലയാണ് കൊടുക്കേണ്ടി വന്നത്. വലിയ ക്ലയന്റുകളെ ആ ഏജൻസിക്ക് നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടായി. മറ്റൊന്ന്, ഭാവിയിലേക്കുള്ള ഡാറ്റയും വിവരങ്ങളും എക്സിറ്റ് പോൾ വഴി സമ്പാദിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുക്കുന്ന വലിയൊരു വിഭാഗം, അത് കോർപ്പറേറ്റുകളാകാം, മാധ്യമ സ്ഥാപനങ്ങളാകാം, മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ ആകാം, നേടിയെടുക്കാൻ ഇത് സഹായമാകുന്നുണ്ട്. ജാതി, പ്രായം, ലിംഗം, പ്രദേശം എന്നിവയൊക്കെ വേർതിരിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വോട്ടർമാരുടെ അല്ലെങ്കിൽ വോട്ടിംഗ് രീതികൾ ഇത്തരം ഏജൻസികൾ പരിശോധിക്കുക. അതുകൊണ്ട് തന്നെ അത്തരം വിശദാംശങ്ങൾ ഏജൻസികളുടെ കയ്യിലുണ്ടാകും. ഏജൻസികൾ ഈ ഡേറ്റ രാഷ്ട്രീയ പാർട്ടികൾക്കും കോർപ്പറേറ്റുകൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കുമൊക്കെ പണം ഈടാക്കിക്കൊണ്ട് കൈമാറുന്നു. ഇവയ്ക്കാകട്ടെ പലപ്പോഴും തങ്ങളുടെ പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമാണെങ്കിൽ ഭാവി തെരഞ്ഞെടുപ്പുകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു മണ്ഡലത്തിന്റെ വിശദമായ ഡാറ്റാ സെറ്റിന് 10 മുതൽ 25 വരെ ലക്ഷം രൂപ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. പാർട്ടികൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് പ്ലാൻ ചെയ്യാൻ ഈ ഡേറ്റ വളരെയധികം സഹായകമാണ്. ഏത് ബൂത്തിലാണ് തങ്ങൾ തോറ്റത്, ഏത് വിഭാഗമാണ് തങ്ങൾക്കെതിരെ മാറി വോട്ട് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിന് ഉപദേശം നൽകാനാവട്ടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട് താനും. ഇത്തരം ഏജൻസികൾക്കുള്ള ഒരു ഗുണം, ഇത്തരം പഠനങ്ങൾ നടത്തുന്നതിലൂടെ രാഷ്ട്രീയ സ്വാധീനവും ബന്ധങ്ങളും മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ശരിയായി പ്രവചിക്കുന്ന ഏജൻസി ആയിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിലെ ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുമായി, മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുമായി ഒക്കെ നേരിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. പല ഇത്തരത്തിലുള്ള പോൾസ്റ്റർമാരും പിന്നീട് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഉപദേശകന്മാരായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രശാന്ത് കിഷോർ ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ്. ഒരു പോൾസ്റ്ററായി തുടങ്ങിയ അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ തന്ത്രജ്ഞനായി മാറുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്.